12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ആഗസ്റ്റ് 1 മുതൽ 15 വരെ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുകയാണല്ലോ. ഇന്നത്തെ വിചിന്തനത്തിനായി തിരഞ്ഞെടുത്ത വചനഭാഗ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനെ നിറവേറും. ഇവിടെ പരിശുദ്ധ അമ്മയും പരാതികളൊന്നുമില്ലാത്ത എല്ലാം സഹിക്കുന്ന, സ്വയം ദൈവഹിതത്തിന് താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു അമ്മയായിട്ടാണ് നമ്മൾ കാണുന്നത്. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ദൂതൻ അറിയിച്ചപ്പോഴും പരിശുദ്ധ അമ്മ ആദ്യം ഒന്ന് പരിഭ്രമിച്ചുവെങ്കിലും തനിക്ക് സമൂഹത്തിലുണ്ടാകാവുന്ന അപമാനത്തെപ്പറ്റിയും കല്ലേറിനെപ്പറ്റിയും ചിന്തിച്ചവൾ അമ്മ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. അമ്മയുടെ പരിഭ്രമത്തിനോ ഭയത്തിനോ ഒന്നും വില കൽപ്പിക്കാതെ അമ്മ ദൈവഗീതം എന്തോ അത് എന്നിൽ വെളിപ്പെടട്ടെ, അതിനുവേണ്ടി അമ്മ സ്വയം താഴ്ത്തി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ബേത്ലഹേമിലേക്കുള്ള യാത്രയിൽ പ്രസവ സമയം അടുത്തപ്പോഴും അമ്മയ്ക്ക് സത്രത്തിൽ പോലും സ്ഥലം ലഭിക്കാതെ കാലിത്തൊഴുത്തിൽ ശിശുവിന് ജന്മം കൊടുക്കേണ്ടി വന്നപ്പോഴും അമ്മ പരാതി ഒന്നും പറയാതെ എല്ലാം സഹിക്കുകയാണ്. ദേവാലയത്തിൽ ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞപ്പോഴും അമ്മ അവിടെയും പരാതി ഒന്നും പറയുന്നില്ല, എല്ലാം സ്വയം സഹിക്കുകയാണ്. അവസാനം സ്വന്തം പുത്രനെ പീഡകളേറ്റ് ക്രൂശിക്കപ്പെട്ട് മരിച്ച് മാതാവിന്റെ മടിയിൽ കിടക്കുമ്പോഴും അമ്മ അതെല്ലാം ഹൃദയത്തിൽ വേദനകളെല്ലാം ഉള്ളിൽ ഒതുക്കി പരാതികളൊന്നുമില്ലാതെ സ്വയം സഹിക്കുകയാണ്. ഈ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്കും നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാ സഹനങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വെച്ച് അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി.